കർഷകന് ലഭിക്കുന്ന വരുമാനക്കുറവ് മൂലം പുതുതലമുറ കൃഷിയിലേക്ക് വരുന്നില്ലെന്നും ഇത് പരിഹരിക്കുന്നതിന് നടപടി ഉണ്ടാവണമെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കർഷകനെ രാജ്യസേവകനായി അംഗീകരിച്ച് അവന്റെ സേവനങ്ങൾക്ക് മതിയായ വേതനം ഉറപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ സംഘടിപ്പിക്കുന്ന ഗ്രാമോത്സവത്തിൽ കാർഷിക ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അത് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ? ഉദ്യോഗസ്ഥന്മാരെ അവർക്ക് ഒരു കുട്ടിയെ കർഷകരെ നമുക്ക് വേണ്ടി കുറെ കൃഷിക്കാരെ സമരത്തിന് ഡൽഹിയിൽ നമ്മളൊക്കെ ടി വി കണ്ടുകൊണ്ടിരുന്നു. സീറ്റിലേക്ക് മാറ്റി അല്ലേ? അത് കാണാൻ പോലും നമുക്ക് വരിക. ഇതാണ് നമ്മുടെ യഥാർത്ഥ സ്ഥിതി. കൃഷിക്കാരുടെ ആനുകൂല്യം കേരള ഗവൺമെന്റിൽ കൊടുത്ത ആനുകൂല്യമാണ് 964 ഓൺലൈനിൽ നിന്ന് ചെയ്യാനാണ്. ഓൺലൈൻ കൃഷിക്കാരെ നോക്കുക ചെയ്യാനാണ്. അവിടെ നിക്ഷേപങ്ങൾ തന്നാൽ അത് പിന്നെ ഈ ആനുകൂല്യങ്ങളുടെ സ്ഥിതി എന്താണ്? ഇത് നമ്മളെ ഞാൻ കൃഷിക്കാനായിട്ട് പ്രോത്സാഹിക്കുന്നതിലേക്കൊന്നുമില്ല. ഞാൻ കൃഷിക്കാനായിട്ട് എന്താ നമ്മുടെ സ്ഥിതി? നമ്മുടെ കൃഷിക്കാരുടെ ശത്രുവായ ജാതി മതം രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് ഇപ്പൊ നമുക്ക് കുറെ ആനുകൂല്യങ്ങൾ നമ്മളൊന്ന് സന്തോഷിപ്പിക്കാൻ പറ്റില്ല അല്ലേ? പക്ഷെ ഇപ്പോഴത്തെ ബഡ്ജറ്റില് കൃഷി അനുബന്ധ മേഖലയ്ക്ക് 4926 കോടി മുന്നേ കുറച്ചു. ഇത് നമുക്ക് കൃഷിക്കാശ് തരുന്നത്. ചിറ്റൂർ നെഹ്റു ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർപേഴ്സൺ KL കവിത അധ്യക്ഷയായി. കൌൺസിലർ KC പ്രീത്, ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ M സ്മിതി, കരസേന അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് ഓഫീസർ അശ്വിനി മേത്തിയ, സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉദ്യോഗസ്ഥൻ M സുരേഷ് കുമാർ തുടങ്ങി വിവിധ വകുപ്പ് മേധാവികൾ സംസാരിച്ചു. സെമിനാറുകൾ, ഫോട്ടോ പ്രദർശനം എന്നിവയും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. യുവാക്കൾക്കായുള്ള ആർമി റിക്രൂട്ട്മെന്റ് അവബോധം ഗ്രാമോത്സവത്തിന്റെ ആകർഷണമാണ്. UTV ന്യൂസ്, പാലക്കാട്.